ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ മലപ്പുറത്ത് പണം മാത്രം മതി. ഡ്രൈവിംഗ് ടെസ്റ്റ് വേണ്ട. കാലാവധി കഴിഞ്ഞ 424 ലൈസൻസാണ് 8 മാസത്തിനിടെ കൊണ്ടോട്ടി സബ് RTO ഓഫീസിൽ നിന്ന് മാത്രം ഇങ്ങനെ പുതുക്കി നൽകിയത്. മീഡിയ വൺ അന്വേഷണ പരമ്പര തുടരുകയാണ്. അടിമുടി അഴിമതി. മലപ്പുറം ജില്ലയിലെ വിവിധ ജോയിന്റ് RTOമാർക്ക് ലഭിച്ച സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് എത്തിച്ചത്. ലൈസൻസ് ഫിറ്റ്നസ് ടെസ്റ്റിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. 1 വർഷം മുമ്പ് കാലാവധി തീർന്ന ലൈസൻസുകൾ ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ പുതുക്കാവൂ എന്നാണ് നിയമം. എന്നാൽ കൊണ്ടോട്ടി സബ് RT ഓഫീസിന് കീഴിൽ 2023 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ കാലാവധി തീർന്ന 424 ലൈസൻസുകൾ പുതുക്കി. ഒന്നിനു പോലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയില്ല. തിരൂരങ്ങാടി സബ് RT ഓഫീസിന് കീഴിൽ 2022 ജൂലൈ മുതൽ 2023 ഫെബ്രുവരി വരെ ഇങ്ങനെ ക്രമവിരുദ്ധമായി പുതുക്കി നൽകിയത് 982 ലൈസൻസുകൾ. തിരൂർ സബ് RT ഓഫീസ് ഈ ക്രമക്കേടിന്റെ കേന്ദ്രസ്ഥാനമാണ്. വെറും 5 മാസത്തിനിടെ തിരൂരിൽ നിന്ന് ടെസ്റ്റില്ലാതെ പുതുക്കി നൽകിയ ലൈസൻസുകളുടെ എണ്ണം 1370. ടെസ്റ്റില്ലാതെ ലൈസൻസ് പുതുക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറത്തെ RT ഓഫീസുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡായ TC സ്ക്വാഡ് നടത്തിയ അന്വേഷണം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് തിരൂർ, കൊണ്ടോട്ടി, തിരൂരങ്ങാടിയുടെ ചുമതലയുള്ള ജോയിന്റ് RTOമാർക്ക് സസ്പെൻഷൻ ലഭിച്ചത്. ഇതുകൊണ്ട് തീരുന്നില്ല ക്രമക്കേടുകൾ. ഇത്തരത്തിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിപ്പോയ ഉദ്യോഗസ്ഥർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന അത്ഭുതവും സംഭവിച്ചു. അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് നാളെ കാണാം. ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ, തിരൂർ.